ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൽ ഞാൻ വിശ്വസിക്കുകയാണ്, ദൈവം ഈ പുറത്തൊക്കെ ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പേമാരി പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, അണക്കെട്ടുകളുടെ ചീപ്പുകൾ തുറന്നു വിടുന്നത് പോലെ സ്വർഗത്തിൻ്റെ കലവറകൾ തുറന്ന് അതിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വർഷിപ്പിക്കട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ, ഒരു കോ സ്പോൺസറാണ് കോഴിക്കോട് നിന്ന് വിജയ ഐസക്കാണ്. താങ്ക് യു സിസ്റ്റർ വിജയ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മകൻ ബിമലിന് അനുയോജ്യമായ ട്രാൻസ്ഫർ ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ വഴി തുറക്കണമേ. വസ്തുവിൻ്റെ വിൽപ്പനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൾ അമൂലിയുടെ കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളും വാതിലുകളും അനുഗ്രഹങ്ങളും അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ജീസസ്. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ. സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്റ്റ് ചെയ്താലും. അപ്പോൾ തന്നെ ഒരു പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല. ഈ വെള്ളിയാഴ്ച സാധാരണ നമുക്ക് ഹാർട്ട് ടു ഹാർട്ട് പ്രോഗ്രാമാണ് നടക്കുന്നത്, പക്ഷേ ഈ വെള്ളിയാഴ്ച നമ്മുടെ എൻകൗണ്ടർ നൈറ്റ് നടക്കുകയാണ്. വൈകുന്നേരം 7 മണി തുടങ്ങി ചിലപ്പോൾ 12 മണി വരെ, 1 മണി വരെ ഒക്കെ നടക്കുന്ന ഒരു മീറ്റിംഗാണ്. ആ മീറ്റിംഗ് നേരിട്ട് കടന്നു വരണം. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ഈ വെള്ളിയാഴ്ച ചെയ്യാൻ പോകുകയാണ്. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് നടക്കുന്ന മീറ്റിങ്ങിലേക്ക് ഞാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത ശനിയാഴ്ച അതുപോലെ സ്പെഷ്യലായിട്ടൊരു മീറ്റിംഗ് വർക്കലയിൽ വെച്ച് നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. 2-ാം അധ്യായത്തിലാണ് നമ്മളിപ്പോഴും. ഫിലിപ്പിയർ ലേഖന പഠന പരമ്പര തുടരുകയാണ്. പൗലോസ് റോമിൽ ഒരു വാടക വീട്ടിൽ, തടങ്കലിലാണ്, ജയിൽ പുള്ളിയാണ്. ഒരു റോമൻ പടയാളി കൂടെയുണ്ട്. പലരും വരുന്നു പോകുന്നു, സുവിശേഷം പറയുന്ന ആ കൂട്ടത്തിൽ എപ്പാഫ്രോഡൈറ്റിസ് എന്ന ഫിലിപ്പിയ സഭയിലെ ഒരു സഹോദരൻ അവിടെ കുറച്ച് കാശും ഒക്കെ ആയിട്ട് വരികയാണ്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരികയാണ്. ആ സമയത്താണ് അദ്ദേഹം ഫിലിപ്പിയ സഭയിലുള്ള ആളുകൾക്ക് വേണ്ടി എഴുതുന്നൊരു കത്താണ്. ഒരു താങ്ക് യു നോട്ടാണ് ആക്ച്വലി. പൈസ കൊണ്ടുവന്നതിനും അവിടുത്തെ കുശലാന്വേഷണം അങ്ങോട്ടും കൊണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ ലോകത്തിലൊരിക്കലും ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത, പ്രസംഗിച്ച് തീരാത്ത, പാടിത്തീരാത്ത, എഴുതിത്തീരാത്ത നിരവധി അമൂല്യമായ ദൈവവചനങ്ങളും ദൈവിക വെളിപ്പാടുകളും കൂടെ ആ തൂലികയിൽ നിന്നും പുറത്തു വന്നു. അതിൻ്റെ കാരണക്കാരൻ പരിശുദ്ധാത്മാവാണ്. 2-ാം അധ്യായം എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങ് ടോപ്പ് ഗിയറിൽ പോകാവുന്നതല്ല. അതുകൊണ്ടാണ് ഞാനൊന്ന് സ്ലോ ഡൗൺ ചെയ്തത്. ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെല്ലാം ഒത്തിരി പേര് പാടുകയും പ്രസംഗിക്കുകയും ചെയ്ത വളരെ വളരെ അഗാധമായ ചില വചനങ്ങളാണ് ഇതിനകത്തുള്ളത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറത്താണല്ലോ ദൈവിക വെളിപ്പാടുകൾ. അങ്ങ് പ്രവർത്തിക്കണമേ, അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്കിതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ ആമേൻ. നമുക്കിന്ന് വായിക്കാനുള്ളത് 12-ാമത്തെ വചനം ആദ്യം. Therefore, my dear friends, as ye have always obeyed, not only in my presence, but now much more in my absence, continue to work out your salvation with fear and trembling. Wow. 12-ാമത്തെ വചനം മലയാളത്തിൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. ഈ ഒരു വചനം നമുക്കൊന്ന് ആദ്യം പഠിക്കാം. ഒത്തിരി കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒരു കാര്യം, ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, വർക്കൗട്ട് യുവർ സാൽവേഷൻ, അല്ലെങ്കിൽ വർക്കൗട്ട് യുവർ ഓൺ സാൽവേഷൻ. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്നാണ് മലയാളത്തിൽ കാണുന്നത്. ഇംഗ്ലീഷിൽ വർക്കൗട്ട് യുവർ ഓൺ സാൽവേഷൻ. അതിനെ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കുക.
രക്ഷയെ, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള രക്ഷയെ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കുക. നോട്ട് work out your salvation means your own salvation, not your spouse's salvation, not your partner's salvation, not your children's salvation, not your anybody's salvation, but your own salvation. അവരവരായി അവരവരുടെ രക്ഷയെ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കുക. വർക്കൗട്ട് എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതിൻ്റെ ഒരർത്ഥം ബ്രിങ് ഇൻ ടു കംപ്ലീഷൻ, അല്ലെങ്കിൽ പൂർത്തിയിലേക്ക് നടത്തുക, അതിൻ്റെ സമ്പൂർണ്ണതയിലേക്ക് കൊണ്ടുവരിക എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഫിലിപ്പ്യ ലേഖനം 1:6 കഴിഞ്ഞ അധ്യായത്തിൽ 1:6 നമ്മളിങ്ങനെ ഒരു വചനം കണ്ടു. ബീങ് കോൺഫിഡൻറ്റ് ഓഫ് ദിസ് that he who has begun a good work in you will carry it on to completion until the day of Christ Jesus. ഓർക്കുന്നുണ്ടത്? നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അവസാന നാളോളം അതിനെ തികയ്ക്കും എന്നും ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു പ്രാവശ്യം ഇങ്ങനെ പൂർത്തീകരിക്കുന്നതിന്, ദൈവം ആരംഭിച്ചത് ദൈവം തന്നെ പൂർത്തീകരിക്കും. ദ സ്പിരിറ്റ് ഓഫ് എ ഫിനിഷർ ഒക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ആൻഡ് ഗോഡ് ഈസ് നെവർ എ ഗോഡ് ഓഫ് അബാൻഡൻഡ് പ്രോജക്ട്സ്. ഓർക്കുന്നുണ്ടോ? ദൈവം ഒരിക്കലും പൂർത്തീകരിക്കാത്ത പദ്ധതികളുടെ ദൈവമല്ല. പല ഗവൺമെൻറ്റുകളും നമ്മളുമൊക്കെ പല പദ്ധതികളും ഫോം ചെയ്യുമെങ്കിലും നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് കളയും. എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേകത, എന്ത് തുടങ്ങിയാൽ അത് പൂർത്തീകരിക്കും. അതുകൊണ്ടാണ് അവന് ആൽഫ എന്നും ഒമേഗ എന്നും പേരുള്ളത്. ബിഗിനിങ് ആൻഡ് ദി എൻഡ്, ആരംഭവും അവസാനവും എന്ന് അവനെ വിളിക്കാൻ കാരണം ഇതാണ്. ഓക്കെ, പൗലോസ് ഇവിടെ പറഞ്ഞു വരുന്നത്, ഡു നോട്ട് സ്റ്റോപ്പ് ഹാഫ് വേ, ഇടയ്ക്ക് വെച്ച് നിർത്തല്ലേ, പാതി വഴിയിൽ ഇട്ടിട്ട് പോകല്ലേ. അലൗ ഗോഡ് ടു കംപ്ലീറ്റ് the work of salvation he has started in you. ഈ പറഞ്ഞതും 1-ാം അധ്യായത്തിലെ 6-ാമത്തെ വചനവും ഇപ്പോൾ വായിച്ച 12-ാമത്തെ വചനം 2:12 നമ്മൾ ചേർത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നത്, ദൈവം നിങ്ങളിൽ ഒരു പ്രവൃത്തി ആരംഭിച്ചു. അതെന്ത് പ്രവൃത്തിയാണ്? രക്ഷയുടെ പ്രവൃത്തി. അത് ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോകാതെ, ദൈവം ഇടയ്ക്ക് വെച്ചിടുകയില്ല, നിങ്ങൾ ഇടയ്ക്ക് വെച്ചിടാതെ അതിനെ വർക്കൗട്ട് ചെയ്യിപ്പിച്ച് അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടെത്തിക്കുവിൻ. നമ്മൾ മനസ്സിലാക്കേണ്ട എലിമെൻ്ററി ആയിട്ടുള്ള, ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ഒരു കാര്യം, വി ആർ സേവ്ഡ് ബൈ ഗ്രേസ്. കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും പറ, ഒന്ന് ടൈപ്പ് ചെയ്തിടുക, കമൻറ്റ് സെക്ഷനിലൊക്കെ ടൈപ്പ് ചെയ്തിടുക, കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി പറയുന്നത് എഴുതി വെക്കണം. Our salvation is a finished project in heaven, but work in progress on earth. ഭയങ്കരമാണ്. നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് സ്വർഗത്തിൽ പൂർത്തീകരിക്കപ്പെട്ടൊരു പദ്ധതിയും ഭൂമിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയുമാണ്. That is very, very, very powerful. രക്ഷ എന്താണ്? It is a finished project in heaven and a work in progress on earth. ചിന്തിച്ചു നോക്ക്, രക്ഷ സ്വർഗത്തിൽ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു, ഭൂമിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഒന്ന് പറ, എഴുതി വെക്കുക, ടൈപ്പ് ചെയ്യുക, കമൻറ്റ് സെക്ഷൻ ടൈപ്പ് ചെയ്തിടുക. പ്ലീസ് ക്വിക്ക്ലി എഴുതി വെക്കുക, പറയുക, രക്ഷ സ്വർഗത്തിൽ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു, ഭൂമിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ വേണ്ടത് ഇത്രയേ ഉള്ളൂ. സ്വർഗത്തിൽ പൂർത്തീകരിക്കപ്പെട്ട ഈ പദ്ധതി ഭൂമിയിൽ പൂർത്തീകരിക്കപ്പെടാൻ God is requesting our cooperation. നമ്മുടെ ഒരു സഹകരണം ആവശ്യമാണ്. നമ്മളും കൂടെ സഹകരിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ രക്ഷാപ്രവൃത്തി, രക്ഷാപദ്ധതി പൂർത്തിയാവുള്ളൂ. ദൈവത്തിൻ്റെ പാർട്ട് ചെയ്ത് കഴിഞ്ഞു. യേശു കർത്താവ് പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അതിനാണ് ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയും. ഇനി കുത്തും കോമയും ഒന്നും അവശേഷിച്ചില്ല, എല്ലാം തീർന്നിരിക്കുന്നു. സോ സാൽവേഷൻ ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്, ബട്ട് വൺ നീഡ്സ് ടു റിസീവ് ഇറ്റ്. ഈ ദൈവത്തിൻ്റെ, എങ്ങനെയാണ് അതിനെ പറയേണ്ടത്, ദൈവത്തിൻ്റെ സൗജന്യദാനമാണ് രക്ഷ. കർത്താവ് ഇങ്ങനെ നീട്ടിത്തരിക സൗജന്യദാനമായിട്ട്. പക്ഷെ നമ്മളത് സ്വീകരിക്കട്ടെ. ആ സ്വീകരണമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട കോഓപ്പറേഷൻ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഇത് മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത്, വി നീഡ് ടു കോഓപ്പറേറ്റ്
with the Holy Spirit to grow in the salvation given to us. നമുക്ക് ദൈവം നൽകിയ രക്ഷയിൽ വളരുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനോട് നമ്മൾ സഹകരിക്കണം. എങ്കിൽ മാത്രമേ ഈ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് ഭൂമിയിൽ നിന്നുകൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. സ്വർഗത്തിൽ ഇത് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഈ പ്രവൃത്തി വേണം എന്ന് പറയല്ലേ, വർക്കൗട്ട് എന്ന് പറയുമ്പോൾ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ, രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ പ്രവൃത്തി എന്നുള്ളൊരു വേർഡ് അവിടെ വരുന്നുണ്ട്, വർക്ക്. ഇപ്പുറത്ത് കൃപയാലാണെന്ന് പറയുകയും ചെയ്തു. ഇത് രണ്ടും കൂടി എങ്ങനെ ചേർന്ന് പോകും? ഗ്രേസ് ആണോ വർക്കാണോ? ഗ്രേസും വർക്കും കൂടി ചേർന്നതാണ്. നമുക്കറിയാം പൗലോസ് ഏറ്റവും ശക്തമായി കൃപയെക്കുറിച്ച്, ഗ്രേസിനെ കുറിച്ച് ശക്തമായി അഡ്വക്കേറ്റ് ചെയ്ത ഒരു അപ്പസ്തോലനാണ് പൗലോസ്. ആൻഡ് he has spoken strongly against human work. കർമ്മമാർഗത്താലല്ല, പ്രവർത്തികളാലല്ല, വിശ്വാസം മൂലം കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. സോ പൗലോസ് വളരെ ശക്തമായി ഗ്രേസ് അല്ലെങ്കിൽ കൃപയെക്കുറിച്ച് പറയുകയും വളരെ ശക്തമായി മനുഷ്യൻ്റെ പ്രവൃത്തികൾ ആവശ്യമില്ല എന്നും പറഞ്ഞയാളാണ്. അപ്പോൾ തന്നെ ഇവിടെ ആ ഒരു ഭാഗം നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. എഫേസ്യ ലേഖനം 2:8-10 വരെ. എഫേസ്യൻസ് 2:8-10 വായിക്കുമ്പോൾ, for it is by grace you have been saved through faith, and this is not from yourselves, it is the gift of God. It is the gift of God. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, വിശ്വാസത്താൽ. നിങ്ങളിൽ നിന്ന് തന്നെ എന്ന് വരാതിരിക്കേണ്ടതിന് ഇത് ദൈവത്തിൻ്റെ ദാനം മാത്രമാണ്. 9-ാമത്തെ വചനത്തിൽ പറയാം, നോട്ട് ബൈ വർക്ക്സ് സോ ദാറ്റ് നോ വൺ കൻ ബൂസ്റ്റ്. പ്രവൃത്തികളാലല്ല, ആരും പ്രശംസിക്കാതിരിക്കേണ്ടതിന് പ്രവൃത്തികളാലല്ല. ഫോർ വി ആർ ഗോഡ്സ് handiwork, created in Christ Jesus to do good works which God prepared in advance for us to do. We are God's handiwork. നാം ദൈവത്തിൻ്റെ കരവേലയാകുന്നു, അല്ലേ? Created in Christ Jesus to do good works. സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. which God prepared in advance for us to do. നാം ചെയ്യേണ്ടതിന് അവൻ മുന്നമേ ഒരുക്കിയതാണ് ഈ പ്രവൃത്തികൾ. ഇവിടെ അഗെയിൻ പ്രവൃത്തി വേണ്ടാന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രവൃത്തി വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നോക്കിക്കാണേണ്ടത്? അപ്പോൾ പ്രവൃത്തികളാലല്ല, വിശ്വാസത്താൽ കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതെന്ന് പറഞ്ഞ അതേ പൗലോസ് ഫിലിപ്പ് ലേഖനത്തിൽ ഇപ്പോൾ എഴുതുകയാണ്, വർക്ക് ഔട്ട് യുവർ ഓൺ സാൽവേഷൻ. നിങ്ങളുടെ രക്ഷ പ്രവർത്തിപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുപോവിൻ. When there seems to be a contradiction in the word, we should take both into consideration and bring a balance. ഇവിടെ എന്തൊരു പരസ്പര വിരുദ്ധമായി നമുക്ക് തോന്നുന്നുണ്ട്. ഒരു ഭാഗത്ത് നിങ്ങളുടെ പ്രവൃത്തികൾ ആവശ്യമില്ല, നിങ്ങൾ വിശ്വാസത്താൽ കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന അതേ വ്യക്തി തന്നെ പറയാണ്, നോ, നിങ്ങൾ ഈ രക്ഷ പ്രവർത്തിപ്പിച്ചെടുക്കണം. വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. ഇതിനെന്തെങ്കിലും പരസ്പര വൈരുദ്ധ്യമുണ്ടോ? ഒരിക്കലുമില്ല. വാട്ട് വി നീഡ് ഈസ് എ ബാലൻസ്. ഇത് രണ്ടും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥയിൽ നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. ഹിയർ വാട്ട് പോൾ സേസ് ഈസ്, വി ആർ സേവ്ഡ് ബൈ ഗ്രേസ് ആൻഡ് ദെൻ വി ഹാവ് ടു വർക്ക് ഔട്ട് അവർ സാൽവേഷൻ ഇൻ ഗ്രേസ്. ചുരുക്കി പറഞ്ഞ, കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്, സത്യമാണ്. പൗലോസ് ഇവിടെ പറയുന്നത്, ആ രക്ഷ ലഭിച്ച ശേഷം, കൃപയാലുള്ള രക്ഷ ലഭിച്ച ശേഷം ഈ രക്ഷയെ കൃപയിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ പൂർത്തീകരണത്തിലെത്തിക്കണം. ചുരുക്കി പറഞ്ഞാൽ, ആ ഇനീഷ്യൽ ആക്ട് ഓഫ് സാൽവേഷൻ്റെ ആ ഗ്രേസ് മാത്രം പോരാ. ദർ ഷുഡ് ബി എ സസ്റ്റെയിനിങ് ഗ്രേസ്. അവസാനം വരെ കൊണ്ടുപോകുന്നൊരു കൃപ കൂടെ നമുക്ക് ആവശ്യമാണ്. വി ഷുഡ് നെവർ ഡിക്രീസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വർക്ക് ഇൻ ഗ്രേസ്. വർക്ക് ഇൻ ഗ്രേസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൃപയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആദ്യമേ രക്ഷിക്കപ്പെടാൻ മാത്രമല്ല ഈ കൃപ വേണ്ടത്. ഈ രക്ഷ നിലനിർത്തി അവസാനം വരെ കൊണ്ടെത്തിക്കാൻ വീണ്ടും ഓരോ നിമിഷവും നമുക്ക് കൃപ ആവശ്യമാണ്. എബ്രായലേഖനം 7:25 അനുസരിച്ച് ഓൾവേസ് വി ഹാവ് ടു ഡ്രോ നിയർ ടു ഗാഡ്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മളെ തന്നെ വലിച്ചുകൊണ്ട് പോകാൻ. എന്ന് മാത്രമല്ല 1 കൊരിന്ത്യർ 15:10 അനേക പ്രാവശ്യം ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പറയുന്നത് 1 Corinthians 15:10, by the grace of God I am what I am, and his grace to me was not without effect. No, I worked harder than all of them, yet not I, but the grace of God that was with me. അവിടെ പറയുന്നത്, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അതിനുശേഷം പറയാം, മറ്റെല്ലാവരെക്കാളും അധികം ഞാൻ അധ്വാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നു, കഠിനാധ്വാനം ചെയ്തിരിക്കുന്നു. പക്ഷെ ഞാനല്ല, ദൈവത്തിൻ്റെ കൃപയാണ് എന്നിൽ പ്രവർത്തിച്ചത്. ചുരുക്കി പറഞ്ഞാൽ, കൃപയാൽ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം ഈ രക്ഷ എന്നിൽ പൂർത്തിയായിട്ടില്ല, സ്വർഗത്തിലെ പൂർത്തിയായിട്ടുള്ളൂ. എന്നിൽ പൂർത്തിയാകണമെങ്കിൽ എൻ്റെ ആത്മാവ്, അതിനുശേഷം എൻ്റെ സോൾ അല്ലെങ്കിൽ എൻ്റെ ദേഹി, മനസ്സ്, അതിനുശേഷം എൻ്റെ ശരീരം, ഇതെല്ലാം രക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തൻ പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച് ഈ കൃപയോട് കരം കോർത്ത് ഒരുമിച്ച് മുന്നിലേക്ക് പോയെങ്കിൽ മാത്രമേ ഈ രക്ഷ നിങ്ങളിൽ പൂർത്തിയാകുകയുള്ളൂ. നമ്മൾ ഓർക്കേണ്ടത്, വൺസ് യു ആർ സേവ്ഡ്, വർക്ക് ഔട്ട് ഓർ ആക്ടിവേറ്റ് യുവർ സാൽവേഷൻ. ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ സാൽവേഷൻ, രക്ഷയെ വർക്കൗട്ട് ചെയ്യിപ്പിക്കണം. ഞാൻ സാധാരണ പറയാറുണ്ട്, ഒത്തിരി പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിലൊരു സിം കാർഡ് ഇടാം. എയർടെല്ലിൻ്റെയോ BSNLൻ്റെയോ ജിയോയുടെയോ ഏതെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡറുടെ സിം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ കോൾ എടുക്കാനോ വിളിക്കാനോ പറ്റും. നോ 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 നോ, യു ഹാവ് ടു ആക്ടിവേറ്റ് ദി സിം. ആ സർവീസ് പ്രൊവൈഡർ അവർ ചില പണ്ടൊക്കെ 24 മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ പറയും. ഇപ്പോൾ അധികം താമസിയാതെ തന്നെയൊക്കെ ഇത് ആക്ടിവേറ്റ് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ കോൾ വരാൻ തുടങ്ങും. നമുക്ക് കോൾ എടുക്കാം, വിളിക്കാം. കാരണം ആ സമയത്ത് ആ സിമ്മും നെറ്റ്വർക്കുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് കോളുകൾ നമുക്ക് വിളിക്കാനും എടുക്കാനും എല്ലാം സാധിക്കുന്നു. ഇതുപോലെ നമ്മുടെ അകത്ത് സാൽവേഷൻ പാക്കേജ് വന്നു. എന്നാൽ അതിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ച് കണക്ഷനോടുകൂടെ, ലൈവ് കണക്ഷനോടുകൂടി മുന്നിലേക്ക് പോയി ആ രക്ഷയെ പൂർത്തീകരണത്തിൽ എത്തിക്കണം. ചുരുക്കി പറഞ്ഞാൽ, എ സേവ്ഡ് പേഴ്സൺ കനോട്ട് സിറ്റ് ഐഡിൽ. രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ഒരിക്കലും അലസതയോടെ, ഉദാസീനതയോടെ ഒന്നും ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. ദാറ്റ് പേഴ്സൺ ഷുഡ് ഗെറ്റ് അപ്പ് ആൻഡ് വർക്ക്. അങ്ങനെയുള്ളവർ എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യണം. ഇതിനെ ബേസ് ചെയ്ത് സൽപ്രവൃത്തികൾ ചെയ്യണം എന്ന് മാത്രമല്ല, നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അങ്ങനെ മുന്നിലേക്ക് പോകേണ്ടത് ആവശ്യമാണ്. ഇനി നമുക്ക് 13-ാം വചനത്തിലേക്ക് പോകാം. For it is God who works in you to will and to act according to his good purpose. 13-ാമത്തെ വചനം, ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ അകത്ത് ഇച്ഛിക്കുന്നത് എന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്നതും അതുപോലെ പ്രവർത്തിക്കുന്നതും ദൈവമാണ്. നമ്മെ തന്നെ അവന് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പാത്രമായി, ഒരു പ്ലാറ്റ്ഫോമായി ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ തന്നെ അവൻ്റെ ചിന്തകൾ, അവൻ്റെ ആഗ്രഹങ്ങൾ, അവൻ്റെ ഹിതം നമ്മളിട്ട് അത് പ്രവർത്തിപ്പിച്ച് എടുക്കുകയും ചെയ്യും. ഇതൊരു ഭയങ്കര വചനമാണ്. എത്ര പേർക്ക് ഇത് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? കുറച്ചുകൂടി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ God who works in you എന്ന് പറയുന്ന ആ ഭാഗത്ത്, വർക്ക് ഹിയർ മീൻസ് ടു സ്റ്റർ, എനർജൈസ്, എറൗസ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ നിങ്ങളുടെ അകത്ത് ഉണർത്തുന്നു, നിങ്ങളുടെ അകത്ത് ചിലത് എഴുന്നേൽപ്പിക്കുന്നു, ചില ആഗ്രഹങ്ങൾ, ചില ഇച്ഛകൾ, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ ഉള്ളിൽ ജനിപ്പിക്കുന്നു. God's grace works in us to create desire
ആൻഡ് ടു വർക്ക് അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ്. ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു മെത്തേഡ് നമ്മുടെ അകത്ത് ദൈവികമായ ആഗ്രഹങ്ങളെ സൃഷ്ടിച്ച് ജനിപ്പിച്ച് അവൻ്റെ ഇഷ്ടപ്രകാരമുള്ള ആഗ്രഹങ്ങളെ നിർമ്മിച്ച് നമ്മെ വർക്ക് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെയാണ് ദൈവത്തിൻ്റെ കൃപ നമ്മിൽ പ്രവർത്തിക്കുന്നത്. എത്ര പേർ ശ്രദ്ധിക്കുന്നുണ്ട്? ഇതിനു വേണ്ടി ചെയ്യേണ്ടത് എന്താണ്? വി ഷുഡ് ബി സെൻസിറ്റീവ് ടു ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനോട് നമുക്ക് സംവേദനക്ഷമത ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഇംപൾസസ്, പരിശുദ്ധാത്മാവിൻ്റെ ഇൻസ്പിറേഷൻസ്, പരിശുദ്ധാത്മാവ് നൽകുന്ന ഡിസയേഴ്സ്, പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തിയേറിയ ഇച്ഛകൾ, ആഗ്രഹങ്ങൾ, തോന്നലുകൾ ഗ്രഹിക്കുവാനായിട്ട് നമ്മളെപ്പോഴും ഉത്സുകരായിരിക്കണം. ദ ഹോളി സ്പിരിറ്റ് മോട്ടിവേറ്റ്സ് അസ് ടു ഡു ഹിസ് വിൽ. പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് ദൈവഹിതം ചെയ്യാനായി നമ്മുടെ അകത്തൊരു മോട്ടിവേഷൻ തരും. മേ ബി ദാറ്റ് സ്റ്റിൽ സ്മോൾ വോയിസ് വിൽ ലീഡ് അസ്. അങ്ങനെ ആ ഒരു മൃദുസ്വരം ആണ് നമ്മളെ മുന്നിലേക്ക് നടത്തുന്നത്. ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. ഇതൊന്ന് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സെയിലർ, ഒരു കപ്പൽ ഓടിക്കുന്ന ഒരു കപ്പിത്താൻ, എ സെയിലർ cannot control the wind, but he can raise the sail. ഒരു സെയിലർക്ക് ഒരിക്കലും കാറ്റിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. കാറ്റ് തൻ്റെ പിടിയിൽ വരില്ല. എന്നാൽ തനിക്ക് പായ്ക്കപ്പലിൻ്റെ ആ ഒരു വലിയ തുണി കൊണ്ടുള്ള വലിയൊരു ഇതുണ്ടല്ലോ, അതങ്ങ് ഉയർത്താൻ പറ്റും. ആ പായ്ക്കപ്പലിൻ്റെ വലിയ പായ് അത് വിരിക്കാൻ പറ്റും, അത് ഉയർത്താൻ പറ്റും. അത്ര ഉയർത്തിയാൽ മതി. അപ്പം വിത്തൗട്ട് വിൻഡ് ദ സെയിൽ ഈസ് യൂസ്ലെസ്. കാറ്റില്ലെങ്കിൽ കപ്പലോട്ടവുമില്ല. പണ്ടത്തെ കാര്യം ഞാൻ പറയുന്നത്. ആ കാറ്റടിച്ചെങ്കിൽ മാത്രമേ, കാറ്റില്ലെങ്കിൽ ഒരിക്കലും പോകാൻ പറ്റുന്നില്ല. When the wind blows, the sail catches it and the boat moves forward. കാരണം കാറ്റടിക്കുന്ന സമയത്ത് ആ പായ്ക്കപ്പലിൻ്റെ സെയില് അത് പിടിച്ചിട്ട്, കാറ്റ് പിടിച്ചിട്ട് ബോട്ട് മുന്നിലേക്ക് പോകാൻ തുടങ്ങും. The believer is like the sail. We may lift our hearts in readiness. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ പായ്ക്കപ്പലിൻ്റെ പായ് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസി ഹൃദയങ്ങളെ, താല്പര്യങ്ങളെ ഒന്ന്, വില്ലിങ്നെസ്, ഇഷ്ടത്തെ ഒന്ന് ഉയർത്തിപ്പിടിച്ചാൽ ഇറ്റ് ഈസ് ഗോഡ് ഹു മൂവ്സ് ഇൻ us. അങ്ങനെ വരുമ്പോൾ ദൈവമാണ് നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. In other words, he places the desire, that means to will, and provides the strength, that means to act. Our job is to stay open and yielded. അപ്പോൾ അവിടെ സംഭവിക്കുന്നത്, ദൈവമാണ് നമ്മുടെ അകത്ത് നമ്മുടെ ആഗ്രഹങ്ങളെ തരികയും അപ്പോൾ തന്നെ അത് ചെയ്യാനുള്ള ശക്തി നൽകുന്നത്. അപ്പോൾ ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ നിങ്ങളിൽ തിരുവുള്ളതുകൊണ്ടായിട്ട് ചെയ്തു. ചുരുക്കി പറയാം, പരിശുദ്ധാത്മാവിൻ്റെ ചിന്തകൾ പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദൈവികമായ ആഗ്രഹങ്ങൾ നമ്മിലേക്ക് വരുന്ന പരിശുദ്ധാത്മാവ് അകത്ത് വരുമ്പോഴാണ്. അതിന് നമ്മൾ അനുവദിച്ചു കൊടുത്താൽ ആ ആഗ്രഹം അകത്ത് തന്നവൻ തന്നെ നമ്മളെ മുന്നിലേക്ക് കൊണ്ടുപോകും. ഉദാഹരണത്തിന്, പ്രാർത്ഥിക്കാൻ അകത്തൊരാഗ്രഹം, നമ്മിൽ നിന്ന് അത് ഒരിക്കലും വരാൻ പോകുന്നില്ല. ജഡത്തിന് ഒട്ടും ഇഷ്ടമല്ല പ്രാർത്ഥിക്കുന്നത്. മതപ്രാർത്ഥന പറ്റും, അല്ലാത്ത സാധ്യമല്ല. നമ്മുടെ ഉള്ളിൽ ജെന്യുവിൻ ഒരു ഡിസയർ വരും പ്രാർത്ഥിക്കാൻ. ആ സമയത്ത് നമ്മൾ അതിനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വന്ന് ആ പ്രാർത്ഥനയെ ശക്തിയേറിയ പ്രാർത്ഥനയായി മുന്നിലേക്ക് കൊണ്ടുപോകും. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മളിലൊരു ആഗ്രഹം വന്നു, അത് ദൈവത്തിൽ നിന്നാണ് വാസ്തവത്തിൽ ആഗ്രഹം വന്നിരിക്കുന്നത്. അതിന് വേണ്ട സ്ട്രെങ്ത്തും എനർജിയും കൂടെ പരിശുദ്ധാത്മാവ് തരും. ഇതാണ് ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവം തന്നെയാണ് നമ്മൾ തിരുവുള്ളമുണ്ടായിട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഇത്തരമുള്ള, യു റേസ് ദ സെയിൽ, ഗോഡ് പ്രൊവൈഡ്സ് ദ വിൻഡ്. നീ ആ പായ ഉയർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ, പായ്ക്കപ്പലിൻ്റെ പായ ഉയർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ദൈവമാണ് അതിലേക്ക് കാറ്റ് ഊതിപ്പിച്ച് അതിനെ നിറച്ച് അടിച്ചുകൊണ്ട് പോകുന്നത്. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. രോഗികളായിട്ടുള്ളവർ നെഞ്ചിൽ കൈവെക്കുക, ഒരു കൈ നീട്ടി പിടിക്കുക. യേശുവിൻ നാമത്തിൽ ഈ ശരീരത്തിലുള്ള സകല രോഗങ്ങളും ഈ സമയത്ത് മാറിപ്പോട്ടെ എന്ന് മാത്രമല്ല, ഇന്ന് കേട്ട വചനങ്ങൾ എല്ലാവരുടെ അകത്ത് ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആംപിറ്റിൻ്റെ അകത്ത് അടിയിലായിട്ട് ഇവിടെ എന്തൊരു വലിയ ഗ്രോത്ത് പോലെയോ എന്തോ വന്നിട്ട്, സിസ്റ്റോ ഗ്രോത്തോ എക്സ്ട്രാ എന്തോ വളർച്ചയോ വന്നിട്ട് ബുദ്ധിമുട്ടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാൽമുട്ടുകൾ സൗഖ്യമാകട്ടെ, ശരീരം മുഴുവൻ സൗഖ്യമാകട്ടെ.
അസ്ഥികൾ സൗഖ്യമാണ്. ദൈവികമായ ഒരു വലിയ വിടുതൽ ജനങ്ങൾക്ക് കൊടുക്കുന്നതിനായി നന്ദി. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഈ പഠനം തുടരാം. ഗോഡ് ബ്ലസ് യു ആൾ.